സാദിഖ് സാദിഖ് സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ത ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. മൈ ബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോ കേശ് സലിത. അച്യുത് അമിനോ കേശ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധാൻ കിമോത്തി അൽബാനി. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതാധി. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന്. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ? എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്കെടുത്ത് വന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ കല്യാണം കുറി കാണിക്കടാ. വേണോ ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? ഊണ് മാഷ. ചോറ് എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? നീ ഉണ്ണടാ. മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് നിന്നെ ഞാൻ വിടും. നിങ്ങൾക്ക് പിരിച്ചുവിടാൻ പറ്റാത്തതുകൊണ്ട് എന്നെ കുറ്റവാളിപ്പിക്കാനോ വിചാരം? പണിയെടുപ്പിച്ചതിന്റെ മുതലും പലിശ ഈടാക്കി നിന്റെ നാട് ഒരിക്കട്ടെ ഈ ആത്മഹത്യ കാര്യം കൊല്ലുവോ? എന്താണോ പറയാ? ആ കുട്ടികളെ നീ പോയി ഫർണിച്ചർ സഹായിക്കും. നിങ്ങളുടെ വരുമ്പോ കോടിയേറി ആവശ്യമില്ല താനേക്ക് പറ്റാ. ആവശ്യമുള്ളവരെ ആവശ്യമില്ലാത്ത തിരിച്ചറിയാൻ പറ്റും. നീ പറിക്കുന്നൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും. പോയി പറയടാ. അവരെന്തെങ്കിലും സാധനം തല്ലി പൊട്ടിക്കുന്നത് പോയി നോക്കുമ്പോ അവർക്കില്ല. നീ ചുറ്റി വെച്ച് വരന്മാര് ആവശ്യമുണ്ട്. ആശ്വാസം കണ്ടാൽ മാത്രം പ്രതിഫലം. ഇത് വേറെ പരസ്യമല്ലേ? ഇപ്പൊ തെറ്റി വായിച്ചെനിക്ക് ചെയ്യുന്നേ. ഇത്തവണ മഴ നേരത്തെ എത്തും. പാലക്കാട്. താൻ എന്താ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലോ. എന്തേ? ആ പേപ്പറേ. സോറി സാബ്ജി. സി മിസ്റ്റർ രാജേഷ് ഖന്ന, ഇപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം ഒഴിക്കാമോ? ആ ശരി. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല. മാറിയിരുന്നേക്കാം. വെള്ളമില്ലാത്തത് കൊണ്ട് വള്ളംകളി മാറ്റിവെച്ചു. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റുള്ളൂ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. രണ്ടാമത് സോറി സാർ. എന്നൊക്കെ സോപ്പ് കൊടുത്തേക്കണോ? എന്ത് സോപ്പാണ് സാർ? ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് പണിയിപ്പിക്കല്ലേ. അങ്ങനെ മാറിക്കണോ? ഒട്ടി നിൽക്കാൻ വന്നിരിക്കുന്നു. കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? കോയി ബാത്ത് നെയ്. ഇപ്പോഴാ ഓർത്തത്. ബാത്റൂമിൽ പോയില്ല. ഇത്തിരി പണിയേ ഉള്ളൂ.
ഒന്ന് രണ്ടിടത്ത് തയ്ക്കണം, ചക്കു മാറ്റണം, കുതിര ഒന്ന് ഒടിഞ്ഞിരിക്കുക. പിന്നെ ഈ തുണി ഇളയപ്പോഴൊന്ന് ശരിയാക്കണം, പിടി ഉറപ്പിക്കണം. അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ. കൂലി പറ. കൂലി പറയാൻ നിങ്ങൾ കൂടെ വരി. നല്ല തടിയും വണ്ണമുള്ള ഒരുത്തനെ കണ്ടിട്ടുണ്ടാ താടി വെച്ച? എന്തിനാ? നമുക്ക് വെറുതെ ഒന്ന് കാണാനെ കൊണ്ട്. തടിയും മണ്ണുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരാളെ പറയും. ആദ്യം കൂലി പറ. ആദ്യം നിങ്ങൾ ഇത് പറയും. ആദ്യം കൂലി പറയാൻ. നിങ്ങൾ എന്ത് തരും അത് പറയും. 50 പൈസയുടെ പണിയേ ഉള്ളൂ. 75 പൈസ തരാം. സമ്മതിച്ചിരിക്കണം കൂടെ വരി. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. സാധനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളിലെ നിങ്ങളല്ലേ ആഫീസർ. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കണോ? നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ എന്റെ അമ്മയെ നാട്ടിച്ച്. ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ടുണ്ടല്ലോ, മത്തയ്ക്ക പോലെ. സോറി. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപ മരുന്നായത്. അതെ. എന്താ പറയാ? എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവ. ഇതേതാ? What is this? What is this, I said? This is a car. What the hell are you doing here? We are doing a car. K&K Automobiles. Continental Exporters phone. Proprietor and mechanic ready. കുട്ടിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ്. തട്ടിക്കോ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം. ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ അഴിച്ചു മാറ്റിയത്? ഇവിടുന്ന് വർക്ക്ഷോപ്പിലോട്ട് കുഞ്ഞാണോ ഫോൺ ചെയ്തത്? എന്നുവെച്ച് ഇതിന്റെ അർത്ഥം എന്താ? ഞങ്ങളിത് റിപ്പയർ ചെയ്യായിരുന്നു. ഒരു ഡോർ ശരിക്കും അടയുന്നില്ല. അതിനാണ് ഇതൊക്കെ ചെയ്തത്? K&K കാറിന്റെ എല്ലാ പണിയും ചെയ്യും. തന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. ഷട്ട് അപ്പ്. എല്ലാം നേരെ എടുത്ത് ഫിറ്റ് ചെയ്യും. ഓ, ചെയ്യാം. ചേട്ടൻ ഫിറ്റ് ചെയ്യൂ. നീ ഫിറ്റ് ചെയ്യൂ. എന്നെ കൊണ്ട് പറ്റത്തില്ല. രോഹി പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് കാറ് ശരിയാക്കാനാ പറഞ്ഞത്. ക്ഷമിക്കണം, എനിക്കിത് ശരിയാക്കാൻ പറ്റില്ല. ഞാൻ വേറെ വർക്ക്ഷോപ്പിൽ പോയി നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എന്റെ ചെലവിൽ നന്നാക്കി തരാം. താൻ പിന്നെ ആരാ? ഞാൻ K&K ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ മിസ്റ്റർ മനോഹരൻ. അവൻ ജോലി അറിഞ്ഞുകൂടാത്ത ഒരു ജോലിക്കാരൻ. ഇത് ശരിയാക്കാതെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടില്ല. ആരെങ്കിലും വിളിച്ച് നന്നാക്കി കൊടുത്തിട്ട് പാടേ, ഞാൻ കാശ് തരാം. എന്താ പരിപാടി? എന്താ ഇവനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ നേരത്തെ എന്റെ ബോധം പോകും. അത് കാണിച്ചു. നശിപ്പിച്ച് 1, 2, 3 ഇത് പെർഫെക്റ്റ്. നന്നാക്കി